ഹലോ ഹായ് എല്ലാവർക്കും അമ്മീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നല്ലൊരു ബീഫ് കറിയാണ്. വളരെ എളുപ്പത്തിലും രുചിയിലും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ശരി, നമുക്ക് കിച്ചണിലേക്ക് പോവാം. ബീഫ് കറിക്ക് വേണ്ട മസാല കൂട്ടുകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് കാണാം. ബീഫ് 1 kg, സവാള നീളത്തിൽ അരിഞ്ഞത് 2 എണ്ണം, വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, പച്ചമുളക് 5 എണ്ണം, വെളുത്തുള്ളി അല്ലി 12 എണ്ണം, ഇഞ്ചി 1 കഷ്ണം, ചെറിയ ഉള്ളി 20 എണ്ണം, വറ്റൽമുളക് 2 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, തക്കാളി 2 എണ്ണം, ഗരം മസാല 2 ടേബിൾ സ്പൂൺ. പാചകം ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ഇറച്ചിയിൽ തേങ്ങാക്കൊത്തും മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില എന്നിവ ചേർത്ത് 7 മിനിറ്റ് വേവിച്ചതിന് ശേഷം മാറ്റിവെക്കുക. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കുക. നല്ലതുപോലെ ചൂടായാൽ 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. സവാള നീളത്തിൽ അരിഞ്ഞതിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് വഴറ്റുക. അതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് ഒന്നുകൂടി വഴറ്റുക. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നതുവരെ ഇളക്കുക. നിങ്ങൾക്ക് കൂടുതൽ എരിവ് ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ഈ മസാലക്കൂട്ട് എല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷം തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നതിട്ട് വഴറ്റുക. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഇളക്കി മൂടി വെച്ച് 2 മിനിറ്റ് വേവിക്കുക. മൂടി തുറന്ന ശേഷം ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യുക. ഈ മസാലക്കൂട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് യോജിപ്പിക്കുക. അതിനുശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്നതുമായ ഒരു ഡിഷാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുവിൻ. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിനും, ചപ്പാത്തി, ഇടിയപ്പം, പൊറോട്ട എന്തിനു പറയുന്നു, ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻസ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ദയവായി മറക്കരുത്. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ, സീ യു. ഹലോ ഹായ് എല്ലാവർക്കും